എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി വരുന്ന +2 സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ട് സോഷ്യോളജിക്ക് മീൻസ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ സോഷ്യോളജി എക്സാമിന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ എസ്സേ ടോപ്പിക്കുകളുമാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. ആൻഡ് ഓൾസോ ഇത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. PYQs കൂടി വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ആദ്യം മുതൽ അവസാനം വരെ തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഓൾസോ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണാനായിട്ട് കൂടി നോക്കാം. ഓക്കെ, ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ ചാപ്റ്ററാണ്. അതിനകത്തൊന്നും അങ്ങനെ എസ്സേ ഒന്നും വന്നിട്ടില്ല. രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് വരുന്നത്. രണ്ടാമത്തെ ചാപ്റ്ററിൽ മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്, അതായത് ജനസംഖ്യാ വർധനവിനെ കുറിച്ചുള്ള മാൽത്തൂസിൻ്റെ സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്ക് കാണാൻ പറ്റും. അത് 8 മാർക്കിന് ചോദിക്കുന്ന ഒരു എസ്സേ ടോപ്പിക്കാണ്, പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ പാഠത്തിലുള്ളതാണ് തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ, ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ അതും ഒരു എസ്സേ ടോപ്പിക്കാണ്. ചിലപ്പോൾ ഇത് രണ്ടും മാൽത്തൂസിയൻ തിയറിയും ഈ ഒരു ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറിയും ഒരുമിച്ച് ചേർത്തും 8 മാർക്കിന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കാം. എങ്ങനെ ചോദിച്ചാലും പഠിക്കാം. ഈ ഒരു രണ്ടാമത്തെ പാഠത്തിൽ തന്നെ അവസാനത്തെ ഒരു ടോപ്പിക് ഉണ്ട്, പോപ്പുലേഷൻ പോളിസി ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. അതായത് ഇന്ത്യയിലെ ജനസംഖ്യാ നയം എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ടോപ്പിക്ക് വരുന്നത്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. 8 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ തന്നെ 8 മാർക്കിന് വന്നില്ല എന്നുണ്ടെങ്കിൽ 6 മാർക്കിൻ്റെ ഷോർട്ടസ്റ്റ് സെക്ഷനിൽ ഉറപ്പായിട്ടും ഏതെങ്കിലുമൊക്കെ നമുക്ക് ചോദിക്കും. ഓക്കെ, എവിടെയെങ്കിലുമൊക്കെ ഈ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ ചോദിക്കും. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന ഒരിക്കലും വേസ്റ്റ് ആയി പോകത്തില്ല. ഇനി അടുത്ത് മൂന്നാമത്തെ പാഠമാണ് വരുന്നത്. അതിനകത്ത് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ട്രൈബൽ സൊസൈറ്റീസ്, ഗോത്ര സമൂഹങ്ങളുടെ വർഗീകരണങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട്. അത് നോക്കി വെക്കുക കേട്ടോ. പെർമനൻറ്റ് ട്രൈറ്റ്സും അതുപോലെ തന്നെ അക്വേർഡ് ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അത് എക്സ്പ്ലനേഷൻ സഹിതം തന്നെ പഠിച്ചു വെക്കുക. ഇനി നമുക്ക് വരുന്നത് 5ാമത്തെ പാഠമാണ്. അതിനകത്ത് സോഷ്യൽ ഇനിക്വാളിറ്റി എന്താണ്, അല്ലെങ്കിൽ സാമൂഹിക അസമത്വം, സോഷ്യൽ എക്സ്ക്ലൂഷൻ, സാമൂഹിക ബഹിഷ്കരണം എന്ന് മലയാളത്തിൽ പറയും. അതുപോലെ തന്നെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സാമൂഹിക ശ്രേണീകരണം എന്ന് പറയാം. അതുപോലെ തന്നെ അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ എന്ന് പറയുന്നൊരു സംഭവം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ്. ഇതൊക്കെ ആക്ച്വലി എസ്സേയുടെ ഒപ്പം ചോദിക്കുന്ന ടൈമിൽ ഒരുമിച്ച് ചേർത്ത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ മീൻസ് ഇതിലേതെങ്കിലുമൊക്കെ ടോപ്പിക്സ് വെച്ചിട്ട്. ഓക്കെ, ഇത് മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കത്തില്ല. പക്ഷേ ഞാൻ ഇനി ഈ ഒരു ചാപ്റ്ററായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെ വേറെ വലിയ വലിയ എസ്സേ ടോപ്പിക്കുകൾ വരുന്നുണ്ട്. അതിന് നെക്സ്റ്റ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ വലിയ ടോപ്പിക്സിനോടൊപ്പം ഒക്കെ ഈ ചെറിയ ചെറിയ ടോപ്പിക്സ് കൂടി എഴുതാൻ വേണ്ടിയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഈ വക സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് പോകണം. ഓക്കെ, ഇത് ആ 8 മാർക്കിൻ്റെ സെക്ഷനിൽ ഇതൊന്നും ഇൻക്ലൂഡ് ചെയ്ത് വന്നില്ല, ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ഷോർട്ട് എസ്സേക്കോ 1 വേർഡിനോ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ മീൻസ് അങ്ങനെയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ടോപ്പിക്സൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ച് വെച്ചിട്ട് തന്നെ പോകാനായിട്ട് നോക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി പറയാണ്, ഈ അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ എന്ന് പറയുമ്പോൾ ചില ടെക്സ്റ്റിൽ അസ്പൃശ്യത എന്നാണ് മലയാളം ടേം കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ അസ്പൃശ്യത എല്ലാം ഒന്ന് തന്നെയാണ്. സോ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന വേറെ എസ്സേ ടോപ്പിക്കുകളാണ് ആദിവാസി സ്ട്രഗിൾസ്, ആദിവാസി സമരങ്ങളെന്ന് പറയാം. സ്ട്രഗിൾ ഫോർ വിമൻസ് ഇക്വാളിറ്റി ആൻഡ് റൈറ്റ്സ്. ഓക്കെ, സ്ത്രീകളുടെ സമത്വത്തിനും അവകാശങ്ങൾക്കും വേണ്ടിയുള്ള സമരങ്ങളെന്ന് മലയാളത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദ സ്ട്രഗിൾസ് ഓഫ് ദ ഡിഫറൻ്റ്ലി ഏബിൾഡ്, ഭിന്നശേഷിക്കാരുടെ പോരാട്ടങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വലിയ വലിയ എസ്സേ ടോപ്പിക്കുകളാണ്. ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇതിനോടൊപ്പം ആഡ് ഓൺ ചെയ്തിട്ടായിരിക്കും നേരത്തെ പറഞ്ഞ ആ ചെറിയ ടോപ്പിക്സിലൂടെ ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ഫുള്ളി കവർ ചെയ്താൽ മാത്രമാണ് നന്നായിട്ട് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ഈ 5ാമത്തെ പാഠം റിലേറ്റ് ചെയ്തിട്ട് ഒരു എസ്സേ ടോപ്പിക് കൂടി പഠിക്കാനുണ്ട്, സ്റ്റേറ്റ് ആൻഡ് നോൺ സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ് അഡ്രസ്സിങ് കാസ്റ്റ് ആൻഡ് റൈറ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞിട്ട്. അതായത് മലയാളത്തിൽ ജാതി ഗോത്ര വിവേചനത്തിനെതിരെ രാഷ്ട്രീയതര നടപടികൾ എന്തെല്ലാമായിരുന്നു എന്നുള്ളൊരു ടോപ്പിക്കാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, വായിച്ച് വെക്കണം. കാരണം ഇതിലേത് ചോദിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ചോദിച്ചാലും ഇതിനോടൊപ്പം തന്നെ ഏതൊക്കെ ഒരുമിച്ച് ചേർത്തിട്ടായിരിക്കും ചോദിക്കാമെന്നും പറയാൻ പറ്റത്തില്ല, അല്ലേ? അവർക്ക് ഇഷ്ടമുള്ള ചോദിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് പഠിച്ച് കൃത്യമായിട്ട് വെക്കുകയാണെങ്കിൽ ഈ ഒരു ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് എസ്സേ എങ്ങനെ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് 6ാമത്തെ പാഠമാണ്. അതിനകത്ത് റീജണലിസം എന്താണ്, കമ്മ്യൂണലിസം എന്താ, സെക്യുലറിസം എന്താ, സ്റ്റേറ്റ് ആൻഡ് സിവിൽ സൊസൈറ്റി, 4 പ്രധാന ടോപ്പിക്കുകളാണ്. അതായത് പ്രാദേശികവാദം, വർഗീയത, മതനിരപേക്ഷത, രാഷ്ട്രവും പൗരസമൂഹവും എന്ന് പറയുന്ന ടോപ്പിക്കുകൾ. ഓക്കെ, അപ്പോൾ ഈ 4 ടോപ്പിക്സും എല്ലാവരും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഇതിലേത് വേണോ നമുക്ക് എസ്സേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇത് ചോദിക്കുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം മാത്രമായിട്ട് ചോദിക്കാം. ചിലപ്പോൾ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനെ പറ്റി മാത്രം എഴുതാൻ നമുക്ക് ചോദിക്കാം 8 മാർക്കിന്. അല്ലെങ്കിൽ റീജണലിസത്തെ പറ്റിയും കമ്മ്യൂണലിസത്തെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാം. മീൻസ് ഒരുമിച്ച് ചേർത്ത് ചോദിക്കാം, എങ്ങനെ വേണോ ചോദിക്കാം. പിന്നെ ഇതൊന്നും ഈ 4 ടോപ്പിക്സും ഇനി എസ്സേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ഷോർട്ട് എസ്സേയുടെ സെക്ഷൻ ഉണ്ടല്ലോ, അതിനകത്ത് ഇതിലേത് വേണോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങളിത് വായിച്ച് പഠിച്ച് വെക്കുക. ഓക്കെ,
ഇനി നോക്കിക്കാൻ നമ്മുടെ 9ാമത്തെ പാഠമാണ്. അതിനകത്ത് സാൻസ്ക്രിറ്റൈസേഷൻ എന്താണ്, മോഡേണൈസേഷൻ എന്താ, സെക്യുലറൈസേഷൻ എന്താണ്, വെസ്റ്റേണൈസേഷൻ. ഓക്കെ, അതായത് സംസ്കൃതവൽക്കരണം, ആധുനികവൽക്കരണം, മതേതരവൽക്കരണം, പാശ്ചാത്യവൽക്കരണം. ഇതും നേരത്തെ കാര്യം പറഞ്ഞതുപോലെയാണ്. ഇത് 4ഉം നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ 2 വെച്ച് ചോദിക്കാം, 1 വെച്ച് ചോദിക്കാം, എങ്ങനെ വേണോ എസ്സേക്ക് ചോദിക്കാം. ഇനി അഥവാ ഇൻ കേസ് എസ്സേക്ക് വന്നില്ലെങ്കിൽ അത് ഷോർട്ട് എസ്സേയുടെ സെക്ഷനിലും കയറി വരാറുണ്ട്. ഓക്കെ, ഷോർട്ട് എസ്സേ എന്ന് പറയുമ്പോൾ 6 മാർക്കിൻ്റെ സെക്ഷൻ, 4 മാർക്കിൻ്റെ സെക്ഷൻ, പിന്നെന്താണ് 2 മാർക്കിൻ്റെയും 1 വേർഡിൻ്റെ ഒക്കെ അങ്ങനെ ചെറിയ മാർക്കിനും എവിടെ വേണോ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു വെക്കുക. കാരണം ഇത് 8 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കൂടി. ഇനി നിങ്ങൾ ഈ ഒരു എക്സാം എഴുതുന്നവർ കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് 10ാമത്തെ ചാപ്റ്ററിൽ നിന്ന് പഞ്ചായത്തി രാജ്, അതുപോലെ തന്നെ പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പഞ്ചായത്ത്സ്. പഞ്ചായത്തി രാജ് എന്താണെന്നും പഞ്ചായത്തിൻ്റെ അധികാരങ്ങളും ഉത്തരവാദിത്വങ്ങളും എന്താണെന്നുള്ളത് ഓക്കെ കൃത്യമായിട്ട് പഠിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. കഴിഞ്ഞ കൊല്ലം എങ്ങാണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് പറഞ്ഞുതരാം. ദെൻ 8 മാർക്കിന് വന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പറയാം 6 മാർക്കിൻ്റെ സെക്ഷനിൽ കാണുമെന്ന്. ഓക്കെ, കാരണം ഇത് അങ്ങനെ സ്കിപ്പ് ചെയ്യുന്ന ഒരു ചോദ്യമല്ല. നിർബന്ധമായിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പഠിച്ചു വെക്കുന്നത് എന്തുകൊണ്ട് ബെറ്റർ ആയിരിക്കും. 2ഉം പഠിക്കണം. പഞ്ചായത്ത് രാജ് എന്താണ്, ആ 73rd 74th അമെൻമെൻറ്റ്, ആ കാര്യമൊക്കെ നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പഞ്ചായത്ത് വേറെ ടോപ്പിക്കാണ്. പക്ഷേ ഇത് 2ഉം കൂടി ഒരുമിച്ച് ചേർത്തിട്ടായിരിക്കും നമുക്ക് എസ്സേക്ക് ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ എങ്ങനെ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റണം. അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പഞ്ചായത്ത് രാജ് പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് 11ാമത്തെ പാഠത്തിൽ നിന്നുള്ള ഗ്രീൻ റവല്യൂഷൻ ആൻഡ് ഇറ്റ്സ് സോഷ്യൽ കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. അതായത് ഹരിത വിപ്ലവവും അതിൻ്റെ സാമൂഹിക പ്രത്യാഘാതങ്ങളും. ഓക്കെ, ഇത് എല്ലാവരും നിർബന്ധമായിട്ട് പഠിച്ചു വയ്ക്കുക. എന്താണ് ഗ്രീൻ റവല്യൂഷനെ പറ്റിയിട്ടും അതിൻ്റെ ഫ്യൂച്ചേഴ്സിനെ പറ്റിയിട്ടും പിന്നെ അതിൻ്റെ സോഷ്യൽ കോൺസിക്വൻസ് ആണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. പിന്നെ അതിന് കുറച്ച് മെറിറ്റ്സ് ആയിട്ടുള്ള മീൻസ് ഗുണവശങ്ങളും ഉണ്ടായിരുന്നു. ഓക്കെ, അതിന് കുറച്ച് നല്ല വശങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കോൺസിക്വൻസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ട് പോകണം. ഇത് 8 മാർക്കിന് അല്ലെങ്കിൽ 6 മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് നോക്കിയിട്ട് പോകും. ഇനി നമ്മുടെ 12ാമത്തെ പാഠത്തിൽ നിന്ന് പഠിക്കേണ്ടതാണ് ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ ആൻഡ് ചേഞ്ച് ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രി. ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും ഇന്ത്യൻ വ്യവസായത്തിലെ മാറ്റങ്ങളും എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കാണ്. ആ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു മിഡിൽ പോർഷനിലൊക്കെ വരുന്നൊരു ടോപ്പിക്കാണ്. സോ ഇത് നിങ്ങളൊന്ന് വായിച്ച് വെച്ചിട്ട് പോകുക. ചെറിയൊരു ടോപ്പിക്കാണ്, 8 മാർക്കിന് ചോദിക്കാറുള്ളതാണ്. പിന്നെ അല്ലെങ്കിൽ കൂടുതലും എനിക്കൊന്ന് ഷോർട്ട് എസ്സേ ആയിട്ടോ ഒക്കെ വരാനും ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഏതായാലും അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ച് വെക്കുന്നത്. ഇനി നമ്മുടെ 13ാമത്തെ പാഠത്തിലോട്ട് വരുമ്പോൾ ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചാപ്റ്ററിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ ഒരു ടോപ്പിക് ഉണ്ട്. ആഗോളവൽക്കരണത്തിൻ്റെ വ്യത്യസ്ത മാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ പഠിക്കേണ്ട കാര്യങ്ങൾ ആഗോളവൽക്കരണം അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ എന്താണെന്ന് പഠിക്കണം. ഓക്കെ, അതിൻ്റെ ഡെഫിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ സവിശേഷതകൾ പഠിക്കുക. പിന്നെ വേണം നിങ്ങൾ ഈ ഒരു ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഡയമെൻഷൻസിനകത്ത് കുറേ സബ് ടോപ്പിക്സും അതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് ആ ഒരു ലെവലിലാണ് കൊടുത്തിട്ടുള്ളത്. അതെല്ലാം നിങ്ങൾ വായിച്ച് വെക്കുക. ഇത് 8 മാർക്കിന് ചോദിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് ഷോർട്ട് എസ്സേയിലോ 1 വേർഡിലോ ഒക്കെ ചോദിക്കുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കി വയ്ക്കുക. ഇനി നെക്സ്റ്റ് 14ാമത്തെ പാഠത്തിൽ നമുക്ക് എസ്സേ ടോപ്പിക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക കേട്ടോ. ആദ്യമേ തന്നെ നമ്മൾ നോക്കേണ്ടത് മാസ് മീഡിയ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. സ്വതന്ത്ര ഇന്ത്യയിലെ ബഹുജന മാധ്യമങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലെ എന്താണ് മാസ് മീഡിയനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നമ്മളവിടെ എഴുതേണ്ടത് ടെലിവിഷനെ പറ്റിയും റേഡിയോനെ പറ്റിയും പ്രിൻ്റ് മീഡിയനെ പറ്റിയും. അതായത് ആ ഒരു സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആ ഒരു ടൈമിലെ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ആ ഒരു ടൈമിലുള്ള ടെലിവിഷൻ്റെ സംഭവങ്ങൾ പ്രത്യേകതകൾ എന്തായിരുന്നു, റേഡിയോ എങ്ങനെയായിരുന്നു, പ്രിൻറ്റ് മീഡിയ എങ്ങനെയായിരുന്നു എന്നുള്ളത് വേണം അവിടെ ഉത്തരമായിട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കാം. ഓക്കെ, ഞാൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ കാര്യം ഈ ഒരു ടോപ്പിക് കൂടി ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നുണ്ട്. അതായത് ഗ്ലോബലൈസേഷൻ ആൻഡ് മീഡിയ എന്ന് പറഞ്ഞിട്ട്, ആഗോളവൽക്കരണവും മാധ്യമങ്ങളും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എവിടെ നമ്മൾ എഴുതേണ്ട ഉത്തരം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷമുള്ള മീൻസ് ആഗോളവൽക്കരണമൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ട് ഈ എന്താണ് ന്യൂസ് പേപ്പറിലും ടെലിവിഷനിലും റേഡിയോയിലൊക്കെ ഉണ്ടായ നല്ല രീതിയിലുള്ള പ്രോഗ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ആ കാര്യമൊക്കെയാണ് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ചോദിക്കുമ്പോൾ എഴുതേണ്ടത്. ഓക്കെ, അതായത് നേരത്തെ ചോദിച്ചത് വെറും നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലെ മീഡിയനെ പറ്റിയിട്ടായിരുന്നു. എവിടെ ഗ്ലോബലൈസേഷൻ റിലേറ്റ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നുണ്ടെങ്കിൽ എവിടെ ഈ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള ന്യൂസ് പേപ്പർ, ടെലിവിഷൻ, റേഡിയോ, ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ടുണ്ടായ മാറ്റങ്ങളും വളർച്ചയും കാര്യങ്ങളൊക്കെയാണ് അവിടെ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇതിങ്ങനെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാനായിട്ട് നോക്കാം. ഓക്കെ, ഇനി നമ്മുടെ ഏറ്റവും അവസാനത്തെ പാഠം 15ാമത്തെ പാഠം എന്ന് പറയുന്നത് സോഷ്യൽ മൂവ്മെൻറ്റ്സിനെ പറ്റിയിട്ടാണല്ലോ പഠിക്കുന്നത്, സാമൂഹിക പ്രസ്ഥാനങ്ങൾ. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു വലിയ പാഠമാണ്. ആദ്യമേ തന്നെ നോക്കൂ, ഫ്യൂച്ചേഴ്സ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്സ്, ടൈപ്സ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്സ്, തിയറീസ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്സ്, പിന്നെന്താണ്
അത് ആക്ച്വലി ഓൾഡ് എന്നാണ് കേട്ടോ. അവിടെ ആ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്കാണ്. ഓൾഡ് എന്നാണ്. ഓൾഡ് ആൻഡ് ന്യൂ സോഷ്യൽ മൂവ്മെൻറ്റ്സ്. ഓക്കെ, അതായത് സോഷ്യൽ മൂവ്മെൻറ്റ്സിൻ്റെ ഫ്യൂച്ചേഴ്സ്, സവിശേഷതകൾ എന്തൊക്കെയാണ്, അതിന് ടൈപ്സ്, വ്യത്യസ്ത ടൈപ്സ് ഓഫ് എന്താണ് സോഷ്യൽ മൂവ്മെൻറ്റ്സിനെ പറ്റി പഠിക്കാനുണ്ട്. ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഓർത്തിരിക്കണം. പിന്നെ പല ആൾക്കാരും മുന്നോട്ട് വെച്ച സോഷ്യൽ മൂവ്മെൻറ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് വെച്ച തിയറീസിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. ആ തിയറീസ് നോക്കണം. പിന്നെ അതുപോലെ തന്നെ പഴയതും പുതിയതായിട്ടുള്ള സോഷ്യൽ മൂവ്മെൻറ്റ്സ് മലയാളത്തിൽ ഒന്നുകൂടി വായിക്കുകയാണെങ്കിൽ സാമൂഹിക പ്രസ്ഥാനത്തിൻ്റെ ലക്ഷണങ്ങൾ, വിവിധതരം സാമൂഹിക പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്, സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ സിദ്ധാന്തങ്ങൾ ഏതൊക്കെയാണ്, പുതിയ സാമൂഹിക പ്രസ്ഥാനങ്ങളും പഴയ സാമൂഹിക പ്രസ്ഥാനങ്ങളും. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി എന്താണെന്നറിയോ, ഇതിൽ നിന്ന് എങ്ങനെ വേണം നമുക്ക് എസ്സേക്ക് ചോദിക്കാം. ഓക്കെ, അതിൽ ചിലപ്പോൾ സോഷ്യൽ മൂവ്മെൻറ്റ് എന്താണെന്നും അതിൻ്റെ ഫ്യൂച്ചേഴ്സ് മാത്രം പറഞ്ഞിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ തിയറീസിനെ പറ്റി മാത്രം നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ടൈപ്സിനെ പറ്റി മാത്രം ചോദിക്കാം. എങ്ങനെ വേണോ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും കവർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് എല്ലാം കൂടി ഒരുമിച്ച് ചോദിക്കുമെന്ന് പേടിക്കേണ്ട. പക്ഷെ നമ്മളെല്ലാം പഠിക്കണം. ഓക്കെ, കാരണം എല്ലാം കൂടി അങ്ങനെ ഒരുമിച്ച് ചോദിക്കത്തില്ലല്ലോ. ഇതിലേതെങ്കിലുമൊക്കെ 2-3 ടോപ്പിക്സ് ഒക്കെ എടുത്തിട്ടായിരിക്കും അവർ ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, അത് വ്യക്തമായിട്ട് ഹിൻസ് തന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. ഈ പറഞ്ഞ ചോദ്യങ്ങളിലൊക്കെ ഏതൊക്കെ കാര്യങ്ങളാണ് എഴുതേണ്ടതെന്നുള്ളത് ഹിൻസ് ആയിട്ട് അവർ തന്നിട്ടുണ്ടാവും. ഓക്കെ, അത് നിങ്ങൾക്ക് PYQs കൂടി കാണിച്ചു തരുമ്പോൾ മനസ്സിലാവും. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടതാണ് എക്കോളജിക്കൽ മൂവ്മെൻറ്റ്. അതായത് എക്കോളജിക്കൽ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രസ്ഥാനമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ എക്സാമ്പിളായിട്ട് പഠിക്കുന്ന സംഭവമാണ് ചിപ്കോ പ്രസ്ഥാനം, അല്ലെങ്കിൽ ചിപ്കോ മൂവ്മെൻറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. അപ്പോൾ ചിപ്കോ മൂവ്മെൻറ്റിനെ പറ്റിയിട്ടും എസ്സേക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ ഉറപ്പായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഷോർട്ട് എസ്സേ ലെവലിലും ചോദിക്കാം. അതുപോലെ തന്നെ ദ വിമൻസ് മൂവ്മെൻറ്റ്, ഈ ഒരു ചാപ്റ്ററിൻ്റെ അതായത് ഈ 15ാമത്തെ ഏറ്റവും നമ്മുടെ അവസാനത്തെ പാഠത്തിലെ ഏറ്റവും അവസാനം വരുന്നൊരു ടോപ്പിക്കാണ് വിമൻസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് വനിതകളുടെ പ്രസ്ഥാനം. ഓക്കെ, അപ്പോൾ വനിതകളുടെ പ്രസ്ഥാനത്തിനകത്തും എന്താ പറയുക, ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുന്നേ ഉള്ള പ്രസ്ഥാനത്തിൻ്റെ എങ്ങനെയായിരുന്നു അതിൻ്റെ സവിശേഷത പറയുന്നുണ്ട്. ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷമുള്ള എന്താണ് വിമൻസ് മൂവ്മെൻറ്റിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. അത് രണ്ടും നമ്മൾ പഠിക്കണം. അത് രണ്ടും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആൻസർ ചെയ്യാൻ വേണം. ഓക്കെ, അപ്പോൾ ഇതുകൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കുക. എസ്സേ ലെവലിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്സും നമുക്ക് എസ്സേക്ക് മീൻസ് എല്ലാം കൂടി ഉറപ്പായിട്ടും ചോദിക്കത്തില്ല. ബാക്കിയുള്ളതൊക്കെ നമുക്ക് എവിടെ ചോദിക്കും, ഷോർട്ട് എസ്സേയിലൊക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇനിയും ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വേറെ പല മൂമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ആക്ച്വലി അതൊക്കെ കൂടി വായിച്ച് വയ്ക്കുന്നത് തന്നെയാണ് നല്ലത് എന്തുകൊണ്ടും. പക്ഷേ ഇത് ഇത്രയും കുറച്ചുകൂടി നമ്മൾ സെലക്ട് ചെയ്ത് പറയുമ്പോൾ ഇത് ഇത്രയും മസ്റ്റായിട്ടും പഠിക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് എല്ലാം പഠിച്ചു വയ്ക്കുക. ആൻഡ് അവർ ചോദിക്കുന്ന കാര്യം എന്താണോ അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് വായിച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ സോഷ്യൽ മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തിയറീസ് മാത്രമായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ മീൻസ് ചിപ്കോ മൂവ്മെൻറ്റിനെ പറ്റി മാത്രമായിരിക്കും ചോദിക്കുക. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ അത് ഫുള്ളി ഒന്ന് കവർ ചെയ്ത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇനി നമുക്ക് കഴിഞ്ഞ 2 കൊല്ലങ്ങളിലായിട്ട് സോഷ്യോളജി സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ആദ്യം 2024 ചോദ്യ പേപ്പറാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. 8 മാർക്കിൻ്റെ സെക്ഷനാണ്. ആദ്യമേ തന്നെ എക്സ്പ്ലെയിൻ ദ സോഷ്യൽ കോൺസിക്വൻസസ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ. നമ്മൾ പറഞ്ഞ ചോദ്യമായിരുന്നു. ഗ്രീൻ റവല്യൂഷൻ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അത് പബ്ലിക് എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. മാസ് മീഡിയ ഈസ് എൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് അവർ പേഴ്സണൽ ആൻഡ് പബ്ലിക് ലൈഫ് ടുഡേ. അനലൈസ് ഇമ്പാക്റ്റ് ഓഫ് മാസ് മീഡിയ ഇൻ യുവർ ലൈഫ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തിരി ജനറലായിട്ട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ടെലിവിഷൻ, പ്രിൻറ്റ് മീഡിയ, റേഡിയോ 3നെ പറ്റിയിട്ട് നമ്മൾ എഴുതേണ്ടതുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ലൈഫിലുള്ള ഇമ്പാക്റ്റാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലേതാണ് അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ ബേസ് ചെയ്തിട്ടുള്ളതാണോ എന്ന് എവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ ആ ഗ്ലോബലൈസേഷൻ ബേസ് ചെയ്തിട്ട് വരുന്നില്ലേ, അത് തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് ഇവിടെ ആൻസറിൽ ഉൾപ്പെടുത്തി എഴുതേണ്ടത് കേട്ടോ. പിന്നെ നമ്മുടേതായിട്ടുള്ള കുറച്ച് വ്യൂ പോയിൻറ്റ്സ് കൂടി കൊടുക്കുമ്പോൾ അവിടെ ആൻസർ കിട്ടും. ഇനി 30ാമത്തെ ചോദ്യം, വാട്ട് ഈസ് സോഷ്യൽ മൂവ്മെൻറ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്. ഓക്കെ, അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എല്ലാം കൂടി ചോദിക്കത്തില്ല, ഏതെങ്കിലുമൊക്കെ 1-2 ഇതുപോലെ ചോദിക്കും. ചിലപ്പോൾ നേരത്തെ ഈ ക്വസ്റ്റ്യനിലൊക്കെ കണ്ടതുപോലെ ഹിൻസായിട്ട് തന്നിട്ടായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ചോദിക്കും. ഓക്കെ, അപ്പോൾ മലയാള മീഡിയത്തിൽ പറയുമ്പോൾ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ബഹുജന മാധ്യമങ്ങൾക്ക് നമ്മുടെ വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്ന് ബഹുജന മാധ്യമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ വിലയിരുത്തുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ എന്നാൽ എന്ത്, അതിൻ്റെ വിവിധ തരം സാമൂഹ്യ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് എഴുതാനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കിക്കേ 2025 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം കേട്ടോ. 8 മാർക്കിൻ്റെ സെക്ഷനാണ്.
ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പഞ്ചായത്ത് രാജ് സിസ്റ്റം. ഓക്കെ, ദെൻ എവാലുവേറ്റ് ദ പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പഞ്ചായത്ത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇനി സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്താണ്, സ്ട്രഗിൾസ് ഫോർ വിമൻ ഇക്വാലിറ്റി ആൻഡ് റൈറ്റ്സ്. ഡയറക്റ്റ് ആയിട്ട് കണ്ടോ, ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള അതുപോലെ തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. എവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഏത് വേണോ ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാം. 5ാമത്തെ പാഠം റിലേറ്റ് ചെയ്തിട്ട് ഏത് ടോപ്പിക്സ് വേണോ ചോദിക്കാം. എവിടെ ഇപ്പം സോഷ്യൽ എക്സ്ക്ലൂഷനും വിമൻ ഇക്വാലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി അടുത്ത 30ാമത്തെ ചോദ്യം, ഫ്യൂച്ചേഴ്സ് ഓഫ് റീജിയണലിസം ആൻഡ് സെക്യുലറിസം. ഓക്കെ, റീജിയണലിസത്തെ പറ്റിയും സെക്യുലറിസത്തെ പറ്റിയും ചോദിച്ചിട്ടുണ്ട്. ഇത് 2025 കഴിഞ്ഞ കൊല്ലത്തെയാണല്ലോ. അപ്പോൾ മേ ബി ഇനി അടുത്ത കൊല്ലം വേണമെങ്കിൽ സാൻസ്ക്രൈസേഷനും വെസ്റ്റേണൈസേഷനും ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം ചോദിക്കാം, എങ്ങനെ വേണോ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുള്ള് പഠിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ മലയാളത്തിൽ പറയുമ്പോൾ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ പ്രാധാന്യവും പഞ്ചായത്തിൻ്റെ അധികാരങ്ങളും ഉത്തരവാദിത്വങ്ങളും ചോദിച്ചിട്ടുണ്ട്. സാമൂഹിക ബഹിഷ്കരണം എന്താണ്, സ്ത്രീ സമത്വത്തിനും അവകാശങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടങ്ങളെ പറ്റി ചോദിച്ചിട്ടുണ്ട്. പ്രാദേശികവാദത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും സവിശേഷതകളും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തെന്ന് പറയുമ്പോൾ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള 8 മാർക്കിൻ്റെ എസ്സേ ചോദ്യങ്ങളാണ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ പറഞ്ഞതെല്ലാം കൂടി 8 മാർക്കിന് നമുക്ക് ചോദിക്കത്തില്ല. അപ്പോൾ എന്താണ് ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്താണ് നമ്മുടെ 6 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും 1 വേർഡ് സെക്ഷനിലും ഒക്കെ നമുക്ക് ഈ പഠിക്കുന്നത് ഉറപ്പായിട്ടും പ്രയോജനപ്പെടും. ഓക്കെ, കാരണം ഈ പറഞ്ഞതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ ഇത് 8 മാർക്കിന് വന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും എവിടെ വരും, 6 മാർക്കിൻ്റെ ഒക്കെ ഷോർട്ട് എസ്സേ സെക്ഷനിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയുകയാണ്, നിങ്ങൾ പ്രത്യേകിച്ചും പഠിക്കേണ്ട ഒരു സംഭവം ഈ പഞ്ചായത്തി രാജ്, ഗ്രീൻ റവല്യൂഷൻ്റെ ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ സാൻസ്ക്രിതൈസേഷൻ വെസ്റ്റേണൈസേഷൻ ആ ഒരു ചോദ്യം, ഇതൊക്കെ പ്രത്യേകം നിങ്ങൾ നോക്കിയിട്ട് പോകണം. പിന്നെ സോഷ്യൽ മൂവ്മെൻറ്റ്സ്, കാരണം ഇതൊക്കെ ഉറപ്പായിട്ടും ഇതിൽ നമുക്ക് ഒരു ചോദ്യം വന്നിട്ടുണ്ടാവും ഉറപ്പായിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നിങ്ങൾ പ്രത്യേകം പഠിച്ചിട്ട് പോവേണ്ടതാണ്, നേരത്തെ പറഞ്ഞതുപോലെ. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് തരാനും മറന്നു പോകരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഈ ഒരു വീഡിയോ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് വീഡിയോസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി നിങ്ങളെ അറിയിക്കാം. ഓക്കെ, മാക്സിമം കമൻറ്റിൽ വരുന്നതനുസരിച്ച് വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്തിടുക, ഉറപ്പായിട്ടും അത് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.